നമസ്കാരം. കൊല്ലം ഉളിയക്കോവിലിൽ കോളേജ് വിദ്യാർത്ഥി ഫെബിൻ ജോർജിന്റെ ജീവനെടുത്തത് കത്തികൊണ്ട് ആഴത്തിലേറ്റ 3 കുത്തുകൾ. നീണ്ടകര സ്വദേശിയായ തേജസ് രാജിന്റെ ആക്രമണം ഫെബിന്റെ ഹൃദയത്തിലും ശ്വാസകോശത്തിലും കരളിലും മാരക മുറിവുകൾ ഏൽപ്പിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അമിത രക്തസ്രാവവും മരണത്തിന് കാരണമായി ഗുരുതരമായി പരിക്കേറ്റ ഫെബിനെ ആശുപത്രിയിലെത്തിക്കും മുൻപ് തന്നെ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വീട്ടിലെത്തിച്ച ഫെബിന്റെ സംസ്കാരം ഇന്ന് രാവിലെ തുയ്യമ്പള്ളി സെമിത്തേരിയിൽ നടക്കും. മകളുടെ വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്നുണ്ടായ പകയാണ് മകനെ കുത്തിക്കൊലപ്പെടുത്താൻ കാരണമെന്ന് സംബന്ധിച്ച ഫെബിന്റെ അമ്മ ഡെയ്സിയുടെ മൊഴിയും പോലീസിന് ലഭിച്ചു. മകളും തേജസ് രാജും തമ്മിൽ ദീർഘകാല പരിചയമുണ്ടായിരുന്നു. ബാങ്ക് പരീക്ഷാ കോച്ചിംഗ് ക്ലാസ്സിൽ ഒരുമിക്കലാണ് വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും അമ്മ പറയുന്നു. ഇതോടെ പകയുടെ കാരണം കൂടുതൽ വ്യക്തമാവുകയാണ്. മകളും ചവറ സ്വദേശി തേജസും ക്രിസ്തുരാജ് സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. കോവിഡ് കാലത്ത് പഴയ സുഹൃത്തുക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോഴാണ് സൗഹൃദം ശക്തമായത്. ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഒന്നിച്ചായിരുന്നു. ഇതോടെ പ്രണയം ശക്തമായി. അങ്ങനെയാണ് വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തേജസിന്റെ കുടുംബം വിവാഹ ആലോചനയുമായി വീട്ടിലെത്തിയെന്നും ഇരുവർക്കും ജോലി ലഭിക്കുന്ന സമയത്ത് വിവാഹം നടത്താമെന്നുമായിരുന്നു കുടുംബങ്ങൾ തമ്മിലുണ്ടായ തീരുമാനമെന്നും മൊഴിയിൽ പറയുന്നു. മകൾക്ക് കഴിഞ്ഞ വർഷം മെയ്യിൽ ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിച്ച് കോഴിക്കോടേക്ക് പോയി. പിന്നീട് മകളും തേജസുമായി ബന്ധം വഷളായി. തുടർന്ന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് മകൾ തന്നെ തേജസിന്റെ പിതാവിനെ അറിയിച്ചു. മറ്റൊരു വിവാഹം ഈ മാസം 9-നാണ് ഉറപ്പിച്ചത്. തുടർന്നുണ്ടായ പകയാണ് മകന്റെ കൊലപാതകത്തിൽ എത്തിച്ചതെന്നും ഈസ്റ്റ് പോലീസിൽ നൽകിയ മൊഴിയിൽ അമ്മ പറയുന്നു. തേജസ് രാജിന്റെ അച്ഛൻ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഗ്രേഡ് SI ആയ രാജുവാണ്. രാജുവും ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഫെബിന്റെ സഹോദരിയും ഇതെല്ലാം സമ്മതിക്കുന്നു. ഇതോടെ ഫെബിന്റെ കൊലപാതകത്തിലെ പക പോലീസ് ഉറപ്പിക്കുകയാണ്. തേജസ് രാജ് വീട്ടിലേക്ക് എത്തിയത് പർദ്ദ ധരിച്ചാണ് എന്ന് കൊല്ലപ്പെട്ട ഫെബിന്റെ അമ്മ ഡെയ്സി പറഞ്ഞിരുന്നു. കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്ന ഉടനെ തേജസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. മുഖം വ്യക്തമായി തന്നെ കണ്ടു. കയ്യിലുണ്ടായിരുന്ന പെട്രോൾ തേജസ് വീടിനുള്ളിൽ ഒഴിച്ചു. തുടർന്നായിരുന്നു ആക്രമണമെന്നും അമ്മ ഡെയ്സി പറഞ്ഞു. ആക്രമണത്തിന് ശേഷം കൂസലില്ലാത്ത തേജസ് നടന്നുപോയെന്നും അമ്മ ഡെയ്സി കൂട്ടിച്ചേർത്തു. അതേസമയം തേജസിനെ കുറിച്ച് മോശം അഭിപ്രായം നാട്ടുകാരോ ബന്ധുക്കളോ പറയുന്നില്ല. ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അയൽവാസികളായും നല്ല ബന്ധത്തിലായിരുന്നു ഫെബിൻ ജോർജ്. ഫെബിൻ ജോർജിന്റെ കൊലപാതകം ഏറെ കണക്കുകൂട്ടലോടെയായിരുന്നു പോലീസ് തിരിച്ചറിയുന്നുണ്ട്. ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ നീണ്ടകര പുത്തൻതുറ സ്വദേശി തേജസ് രാജ് ജീവനൊടുക്കിയതും ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഫെബിനെ കുത്തിയ ശേഷം തേജസ് ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടുത്ത് ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. ഫെബിന്റെയും തേജസിന്റെയും കുടുംബങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. എന്നാൽ നിലവിൽ അകൽച്ചയിലായതിനാൽ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് കരുതിയാകണം കറുത്ത വസ്ത്രം ധരിച്ച് ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് നിഗമനം. സംഭവത്തിന് മുൻപും ആസൂത്രണത്തിന്റെ ഭാഗമായി ഇവിടെ പലതവണ എത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നു. ആക്രമണത്തിന് ശേഷം തേജസ് റെയിൽവേ മേൽപ്പാലത്തിനടിയിലെത്തിയ കാർ ഇന്നലെ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ച ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കാറിൽ കരുതുന്ന 2 ടിൻ പെട്രോളിൽ 1 ടിന്നുമായാണ് തിങ്കളാഴ്ച വൈകിട്ട് 7-ഓടെ ഫെബിന്റെ വീട്ടിലെത്തിയത്. മുറിയിൽ പെട്രോൾ ഒഴിച്ച ശേഷം നടന്ന തർക്കത്തിനിടയിലാണ് ഫെബിന്റെ വീട്ടിലെ കത്തിയെടുത്ത് തേജസ് കുത്തിയത്. ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താനാണ് തേജസ് എത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫെബിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11:30 KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സെമിത്തേരിയിൽ നടക്കും. ഫാത്തിമാത ഇന്റർനാഷണൽ കോളേജിൽ 2ാം വർഷ BCA വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ. തേജസ് രാജിന്റെ സംസ്കാരം ഇന്നലെ വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു.